അടുത്ത തവണ അയിലമീൻ കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലുണ്ടല്ലോ, പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ട കേട്ടോ, ഇത് മാത്രം മതി. ഇവിടെ ഇന്ന് കുറച്ച് മത്തിയും അതുപോലെ അയിലയും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് 2 അയില ഞാനിങ്ങ് എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യാൻ അയിലയാണല്ലോ ഏറ്റവും സിമ്പിളായിട്ടുള്ള മീൻ. അപ്പോൾ ചിറകൊക്കെ കളഞ്ഞ് ഇനി നമുക്കത് വൃത്തിയാക്കി എടുക്കാം. സാധാരണ നമ്മൾ മീൻ മുറിക്കുന്നതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഒരു തവ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നെടുകെ അങ്ങോട്ട് പൊളർന്നിട്ട് അതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് കളയണം. എന്നിട്ട് അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് 2 സൈഡായിട്ട് ഓപ്പൺ ചെയ്ത് കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കത്രികയായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കത്രിക വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി. പിന്നെ ചെകിളയൊക്കെ അങ്ങോട്ട് കളയുന്നുണ്ടെങ്കിൽ കളയാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. നമ്മൾ സാധാരണ അതൊന്നും കളയാറില്ല മീനിൽ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് എടുത്തിട്ടുള്ളത്. ഇഷ്ടമാണല്ലോ, ചിലവർക്ക് തലഭാഗം തന്നെ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം. അപ്പോൾ നമ്മളിത് ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. അങ്ങനെ നമ്മളിവിടെ 2 മീനും മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് റെഡിയാക്കണം. അതിനിതാ ഒരു പിടിയോളം കുഞ്ഞുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും. ഇത് രണ്ടും കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കുക. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാതെ തവയിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിന് പാകത്തിന് കുരുമുളകും എക്സ്ട്രാ ആഡ് ചെയ്യാം. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. അതും ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ, കാരണം പെട്ടെന്ന് പൊടി അങ്ങോട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ആഡ് ചെയ്യുക. പിന്നെ കൂടുതലായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടതൊന്ന് കറിവേപ്പിലയാണ് കേട്ടോ. അത് നല്ലൊരു ഫ്ലേവറാണ്. സാധാരണ നമ്മൾ മീൻ പൊരിക്കുമ്പോഴൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തരുന്നൊരു സാധനമാണ് ഈ കറിവേപ്പില. അപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ആഡ് ചെയ്യുക. പിന്നെ ഓൾറെഡി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ, അത്രയും വേണമെന്നില്ല, അതിനേക്കാൾ കുറച്ചുകൂടെ കുറവായിട്ട് പുളി ഓൾറെഡി പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ഒരു ഗ്രേവി അതിലൊന്ന് തിളച്ച് വരണം. അതിനുശേഷം നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അയിലക്കുട്ടന്മാരെ അങ്ങോട്ട് നിരത്തി കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും നമ്മളൊരു മീഡിയം ഫ്ലെയിം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പെട്ടെന്ന് മസാല അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലാക്കി നോക്കുക. പിന്നെ ഇനി 2 സൈഡ് നമുക്കിനി മൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു സൈഡ് മൊരിയുന്ന സമയം തന്നെ നമുക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഇതുപോലെ മീനിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങോട്ട് പുരട്ടി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അതൊക്കെ അങ്ങോട്ട് ഡ്രൈ ആയി പോകും. ഇനി ആ ഒരു 1 സൈഡ് കുറച്ചൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അയില നല്ല ജ്യൂസി ആയിട്ട് വരും കേട്ടോ ഫ്രൈ ആയി വരുന്ന സമയത്ത്. ഉച്ചഭക്ഷണത്തിന് മീൻ പൊരിച്ചത് വേണമെന്ന് നിർബന്ധമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ല വെറൈറ്റി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. ഒരു തവണ ഉണ്ടാക്കിയാൽ എന്തായാലും നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മീൻ മുറിക്കുന്ന സമയത്ത് ഈ രീതിയിൽ നല്ല ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ തന്നെ അങ്ങ് മുറിച്ചെടുക്കുക. പിന്നെ എനിക്ക് കഴിക്കുന്ന സമയത്ത് ഒരു അഭിപ്രായം തോന്നിയിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ അയില വൃത്തിയാക്കിയിട്ട് നമ്മൾ സാധാരണ നോർമൽ രീതിയിൽ മുറിച്ച് അങ്ങോട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഉള്ളിലേക്ക് മസാലയൊന്നും കിട്ടില്ല അല്ലേ. അത് കിട്ടാൻ വേണ്ടി നമ്മൾ സാധാരണ വരയിട്ട് കൊടുക്കും. പക്ഷേ എന്നാലും അതിനേക്കാൾ കൂടുതലായിട്ട് മസാല കംപ്ലീറ്റ് ആ മീനിന് കവർ ചെയ്ത് വരുന്നത് നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറിവേപ്പില ഇതിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു മെയിൻ സംഭവമാണ്. അപ്പോൾ അത് ധാരാളമായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 സൈഡും നല്ല മൊരിഞ്ഞ് വന്നതിന് ശേഷം ചോറിലേക്ക് അങ്ങോട്ട് വിളമ്പിയിട്ട് ഇത് മാത്രം മതി കേട്ടോ. പിന്നെ ഇന്ന് നമുക്കിവിടെ കോമ്പിനേഷനായിട്ട് കായ് പുളിങ്കറിയും അതുപോലെ ബീൻസ് വറവും ഉണ്ട് കേട്ടോ. മീൻകറിയും കൂട്ടത്തിലുണ്ട്, പക്ഷെ അത് ഞാൻ എടുത്തില്ല, കാരണം മീനിൻ്റെ താരമായിട്ട് ഇന്ന് ഇവനുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്രൈഡ് ഒരു പീസ് അങ്ങോട്ട് മുറിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് എടുത്ത് കഴിക്കണം കേട്ടോ. ഈ ഒരൊറ്റ സാധനം ഉണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് വേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.